ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിട്ട് പോവാം. ഹീറോയിനോട് ജങ്കുക്ക് പറഞ്ഞു മീരു എന്ന് പറയുന്ന വിട്ട് അറിയൂ, അതെൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്. ജങ്ക് സ്മാർക്ക് ചെയ്തു. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയൂ? അത് ഞാൻ തന്നെ. നിങ്ങളാണോ? അതെ. എനിക്കെന്നെ ഒരുപാട് ഇഷ്ടം. എനിക്ക് എന്തൊക്കെ എൻ്റെ ഫസ്റ്റ് നീയാണ് എനിക്ക് ചാറ്റ് ചെയ്തത്. പിന്നെ ഞാനൊരു ഗേൾ നിറച്ചു പോയി. ഇല്ല, നീ അല്ല പറയുന്നു. നിനക്ക് എന്നെ ഇഷ്ടമാണ് ഒരു ക്രഷ് പറഞ്ഞ നിന്നെ എന്നെ ഓൺ സൈഡ് ലവ് ചെയ്ത് നീ എന്നോട് പറഞ്ഞായിരുന്നു. എനിക്ക് നിന്നെ കണ്ട പിന്നെ നീ അത് എന്നെ അറിയില്ലായിരുന്നു. പിന്നെ നീ പോസ്റ്റോൾ ഇട്ട പിന്നെ എനിക്ക് കൺഫേം ആയി അത് നീ തന്നെയാണ്. അതുകൊണ്ട് എന്നെ കണ്ട പിന്നെ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് കിസ് അടിച്ചത്. അതുകൊണ്ട് ജങ്കുക്ക് പറഞ്ഞു. അത് മാത്രമല്ല, നിന്നെ ഫോളോ ചെയ്ത് ഞാൻ വന്നു. മാത്രമല്ല നിനക്ക് മാരേജായി എനിക്ക് ടെൻഷനായി. എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. പിന്നെ എന്നെ കണ്ട പിന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അതുകൊണ്ട് നിനക്ക് മാരേജ് നടക്കാൻ പോകുന്നത് എനിക്ക് ഒരുപാട് സാഡായിരുന്നു. പിന്നെ കല്യാൺ ചക്കൻ പറഞ്ഞ അവൻ ശരിയില്ലാതെ കൊണ്ട് നിൻ്റെ മമ്മിയുടെ ഡാഡിയുടെ പോയി ഞാൻ ഡയറക്റ്റ് എൻ്റെ മാരേജ് പ്രപ്പോസ് നിങ്ങളെ മോൾ ലവ് ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ ചോദിച്ചത്. അതുകൊണ്ട് എൻ്റെ ഡാഡി സമ്മതിച്ചില്ല, മമ്മി ഡാഡി. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ഇതെല്ലാം സംഭവിച്ചില്ല. അതടി, അത് എന്താ? അപ്പോൾ നിനക്ക് ഇഷ്ടമില്ലേ? അതില്ല, ഇഷ്ടം ഉണ്ട്. ശരി, ഇപ്പം നീ റെസ്റ്റ് എടുത്തോ. നമുക്ക് കുറച്ച് നാൾ ഇവിടെ കറങ്ങി 4 ദിവസം കറങ്ങിയ ശേഷം നമുക്ക് കൊറിയൊക്കെ പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഷൂട്ടിങ് അത് ഇതല്ലേ? അതൊന്നുമില്ല, ചുമ്മാ ഇവിടെ കറങ്ങാനൊന്നും വന്നതാ. ശരി, ഓക്കെ. ഹീറോയും കൂടെ ജോലി ഇവിടെ ഈ ഫുൾ പ്ലേസ് കറങ്ങി. ഹീറോയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം പാക്കപ്പ് ചെയ്തു. അങ്ങനെയായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞു. ഇങ്ങനെ കൊറിയക്ക് അവർ പോയി. അങ്ങനെ വീട്ടുകാർക്കെല്ലാം ഓക്കെ, അവരുടെ ഫാമിലിയൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു. ജങ്കുക്ക് എങ്ങനെ മാരേജ് കഴിക്കാൻ പറഞ്ഞത് അച്ഛനമ്മ പറഞ്ഞ് കേട്ടില്ലായിരുന്നു. ശരിടാ, ഓക്കെ എന്ന് പറഞ്ഞു. ജങ്കുക്ക് ഓൾറെഡി പറഞ്ഞു. ജങ്കുക്ക് ഒരു ഫാമിലിയോട് പറഞ്ഞായിരുന്നു മാരേജ് കഴിച്ചത്. ശരിടാ, എന്നൂടെ സൈസ് മാരേജ് കഴിച്ചാൽ മതിയെന്ന്. പിന്നെ കൊറിയർ സൈസ് മാരേജ് ജങ്കുക്കും ഹീറോയ്ക്കും നടന്നു. പീറ്റീസ് മെമ്പർ ബാക്കി മെമ്പേഴ്സിനോട് പറയാതെ ഇത് കേട്ടത് വീക്കും ജിമ്മിനിക്ക് സാഡായി പോയി. എന്തടാ, ഞങ്ങൾ കല്യാണം കഴിക്കുന്ന മുമ്പ് നീ കല്യാണം കഴിച്ചടാ എന്ന് വിയും ജിമ്മിന് പറയാൻ തുടങ്ങിയായിരുന്നു. ജങ്കുക്ക് മാരേജ് കഴിച്ചാൽ ജിമ്മിനിക്ക് ഭയങ്കര സാഡായിരുന്നു. വീക്കും സാഡായിരുന്നു. എന്നിട്ടാ ഞങ്ങൾ 3 പേര് കല്യാണം കഴിച്ചില്ല എന്ന് ഭയങ്കര ഉണ്ടായിരുന്നു. ഇപ്പം നീ കല്യാണം കഴിച്ചാൽ കടികുട്ടിയേ എന്ന് ഞങ്ങൾക്ക് പിടിച്ച് 2 പേര് വായിച്ചായിരുന്നു. സാരില്ലടാ, നിങ്ങൾക്ക് ഗേള് അതല്ല, ഞാൻ 2 ഗേൾസിന് ഇന്ത്യൻ ഗേൾസിന് ഫോൺ നമ്പർ കിടന്നിട്ടുണ്ട്. 2 ആർമി ഗേൾസാണ്. ഹീറോയുടെ ഫ്രണ്ടായിരുന്നു പ്രിയവും റോസി ഓൾറെഡി ഹീറോയുടെ ഫ്രണ്ടാണ്. അവൾ തമിഴ്നാട്ട് ഗേളാണ്. അവളെ ഫോൺ നമ്പർ കൊടുത്തു. 2 പേർക്ക് കറക്റ്റായി. കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് വിയക്കും ജിമ്മിനിക്കും മാരേജായി അവൾക്കിടെ. ഇപ്പോൾ ഡേയ്സ് ബോധമാണ്. ഹീറോയ്ക്ക് ബേബീസ് ഉണ്ടായിരുന്നു. അതെ, 2 ബേബീസാണ്. 2 വയക്കുണ്ടൊക്കെ തല്ലിയാക്കെ പറയുന്നത്. ജങ്കുക്ക് പറയുന്നത് അയ്യോ ഹീറോയെ ഓട തുടങ്ങി. അയ്യോ ഇത് മേങ്ങടാ. വേണ്ട എനിക്ക് വേണ്ട. അപ്പം നിങ്ങൾക്ക് ബനാന ജ്യൂസ് കട്ട്. ഇല്ല മമ്മി ഇല്ല, ഞാൻ ചോറ് വയ്ക്കാം. ശരി, എന്തിനു മമ്മി ഇന്ന് ഫിഷ് കറിയാക്കത്തെന്ത്? നിങ്ങൾക്ക് ചിക്കന് ഫിഷ് നിങ്ങളെ ഡാഡി എങ്ങനെ പച്ചക്കറി കഴിക്കടാ. ഈ കഴിച്ചില്ലല്ലേ എനിക്ക് ബനാന മിൽക്ക് കട്ട്. വേണ്ട മമ്മി, കഴിച്ചോളെ ഡാഡിയേ. 2 പേര് കരയാൻ തുടങ്ങിയ ട്വിൻസാണ്. ഫസ്റ്റിലെ ട്വിൻസാണ്. ഹീറോയി പറയുന്നത് 2 പേർക്ക് മിണ്ടാതിട്ട് കഴിക്കുന്നത് നല്ലത്. ഇല്ല, 2 പേർക്ക് ബനാന ജ്യൂസ് കട്ട്. ഹീറോയിനെ ജങ്കുക്ക് നോക്കി കൈ കെട്ടി നോക്കുമായിരുന്നു. ജങ്കുക്ക് ഇതാ ഈ മോനിക്ക് നീ ഊട്ട ചോറ്. എന്താ നീ പറയണ? ഇവൾക്ക് ഞാൻ ഊട്ടിയോളാ. അപ്പോൾ നിനക്കും ബനാന ജ്യൂസ് കട്ട്. എന്താടി ഇത്? ഞാൻ ഊട്ട. നീ എന്നെ ബനാന ജ്യൂസ് പോലെ കൈ വെക്കട്ട. ജങ്കുക്ക് ഫ്ലാഷ് ബാക്ക് ഓർക്കാം. ബനാന ജ്യൂസ് കട്ട് പോലുള്ള ബനാന ജ്യൂസ് ബോട്ടിൽ മൊത്തം കഴിച്ച് കാലിയാക്കും. എനിക്ക് ബനാന ജ്യൂസ് ഇരിക്കില്ല. ഇത് കേട്ട് ജങ്കുക്കൻ മമ്മി ഡാഡി സ്മൈൽ ചെയ്ത് തുടങ്ങി. ഇവിടെ ഒരു കാര്യം അങ്ങനെ ബേബീസൊക്കെ ചോറ് കൂട്ടിയായിരുന്നു. ജങ്കുക്ക് കോൾ വന്നു. എന്ത് പറ്റിയില്ല? ആറും പറഞ്ഞ നമ്മളെ കുട്ടികളെ വെച്ച് ഷൂട്ടിങ് ചെയ്യുന്നുണ്ട്. നീ 2 കുട്ടികളെ എടുത്തോണ്ട് വാ. ശരി, ഓക്കെ. നീ പാടി. ഞാൻ നമ്മളെ കുട്ടികളെ വെച്ച് ഞങ്ങൾ ഒരു പുതിയ ആൽബം ചെയ്തിട്ടുണ്ടോ. അത് കുട്ടികളെ വെച്ച് ഡാൻസ് പാട്ട്. നീ വാ, ടിക്കറ്റിനാ. എൻ്റെ ഫ്രണ്ടിനെല്ലാം വിളിച്ചോ.
ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ പാട്ട് കുട്ടികളെ ഡാൻസ് സ്റ്റേജിൽ കുട്ടികളെ വെച്ച് ഡാൻസ് പാട്ട് കളിക്കും. ജങ്കുക്ക് അതിൽ 2 ബേബി. ജങ്കുക്ക് പാട്ട് കേട്ടിട്ട് പാട്ട് ബേബി ഡാൻസ് കളിക്കും ഡാഡി കൂടെ. അങ്ങനെ പാട്ട് ഡാൻസ് നന്നായിട്ട് ഫേമസ് സോങ്സ് പാട്ട് പാടായിരുന്നു. എല്ലാവരും മിസ് പേര് വിളിച്ച് കുട്ടികളെ പേര് വിളിക്കും. പിറ്റേ ദിവസം വേറെ പേര് വെച്ച് എല്ലാവരും പറഞ്ഞ് ജോലിയായിട്ട് കുറേ ഗേൾസ് ഫോട്ടോ എടുക്കാൻ തുടങ്ങിയായിരുന്നു. വാവ്, കാണാൻ ക്യൂട്ടായിട്ടുണ്ടല്ലോ ബേബി. അദ്ദേഹത്തെ ഹീറോ ഇങ്ങനെ കുഞ്ഞനായിട്ട് വീട്ടിലൊക്കെ വന്നു. നിങ്ങളുടെ ഡാഡി ഇതായിട്ടുണ്ടായിരുന്നു. ജങ്കുക്ക് പറയാം ഇങ്ങനെ നൈറ്റ് എല്ലാവരും ഉറങ്ങിയ രാവിലെ അണിച്ച് ഹീറോ ഇങ്ങനെ കിച്ചണിൽ കുക്ക് ചെയ്ത് ഡിന്നർ വെച്ച്. അങ്ങനെ ഫ്രിഡ്ജിൽ തണ്ണി എടുത്ത് കുടിക്കാൻ പോകുമ്പോൾ ഹീറോ ഒത്തൊന്നും മയങ്ങി വീണേ. ജങ്കുക്കിൻ്റെ മമ്മി ഡാഡി പിന്നെ ഹീറോയിൻ്റെ മമ്മി ഡാഡി വീട്ടിലേക്ക് വന്നായിരുന്നു. ഹീറോയിൻ മമ്മി ഡാഡി മയങ്ങിയിട്ട് വീണ് കണ്ട് ഓടി വന്നു. എന്ത് പറ്റി? ഫാമിലി ഡോക്ടർ കൊണ്ടുവരും. അങ്ങനെ ഫാമിലി ഡോക്ടർ വന്നു. എന്നിട്ട് ഭയങ്കര കൺഗ്രാസ് നിങ്ങളെ മോള് ഇതാണ് അവർ പറഞ്ഞത്. ഭയങ്കര ഹാപ്പിയിൽ ഹീറോയിൻ്റെ മമ്മിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ സ്വീറ്റ് ഉണ്ടാക്കുന്നത് ഹീറോയ്ക്ക് നല്ല കെയറിങ് ചെയ്ത്. ജങ്കുക്ക് കണ്ണിനിങ്ങനെ തിരുമ്മി വന്ന് നോക്കുമ്പോൾ വീട്ടിലിങ്ങനെ നോക്കുമ്പോൾ ജങ്കുക്ക് ഷോക്ക്. എന്താ ഇവിടെ നടക്കുന്നത്? ജങ്കുക്ക് കേട്ടു. കൺഗ്രാസ് മോനെ, എൻ്റെ നെക്സ്റ്റ് ബേബി വരാ. എന്തേ ഹീറോയിന് നോക്കുന്നത്? ഹീറോ ചിരിക്കാൻ സ്മക്ക് ചെയ്യാൻ തുടങ്ങി. അയ്യോ നെക്സ്റ്റ് ബേബിയാ, ഓടിക്കോ. ജങ്കുക്ക് ഓടിപ്പോയി. എന്തിടാ പറ്റി? അമ്മ എന്തിടാ കാര്യം? അമ്മ 2 ബേബീസിന് നോക്കുക. നെക്സ്റ്റ് ബേബി വന്ന ഇവള് എന്നെ ബേബീനെ എന്നെ കാരിങ് ചെയ്യാൻ നോക്കാൻ പറയും. നീയല്ലടാ ചെയ്തത്. അമ്മ പോടമ്മ ഇരിക്കാൻ. ഹീറോ സ്മൈൽ ചെയ്ത. അങ്ങനെ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഹീറോയ്ക്ക് നല്ല ക്യൂട്ടായി ബോയ് ബേബി ജനിച്ച്. ജങ്കുക്ക് പറഞ്ഞ മതി ഹീറോയിനെ കുറേ ഹിഡയെ പറഞ്ഞിടത്തോളം അവനെ കാളെടുക്കാൻ പറയാൻ ജ്യൂസ് ഇതാന്ന് ജങ്കുക്ക് ഒരു ടോർച്ചറാക്കിയായിരുന്നു. പാവ ജങ്കുക്ക് സാരിന് കയറി. ഇപ്പോൾ ബേബിനെ കുളിപ്പിക്കാൻ ബാത്റൂം പോയി ക്ലീൻ ചെയ്യണോ എല്ലാം ജങ്കുക്ക് പണിയായി. ഹീറോയിനല്ല കാല് വെച്ച് ജ്യൂസ് കുടിക്കാൻ ജങ്കുക്ക് കയറിയ കയറി ബേബിനൊക്കെ വിയും ജിമ്മിനും ഭയങ്കര ജങ്കുക്ക് കളിയാക്കിയായിരുന്നു. കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് അവർക്കും അതേ നിലമ വന്ന് അവരും ജിമ്മിനോട് ജങ്കുക്കിനോട് വന്ന് കയറി പറയുന്നത്, ജങ്കുക്ക് നിനക്ക് ഇത്രല്ലേ എനിക്ക് ഫാമിലി ഫോട്ടോസ് എടുക്കാൻ പോയിരുന്നു. എല്ലാവരും പിറ്റേ ഡിസംബർ അവർ വൈഫ് കൂടെ ഹാപ്പി ഫാമിലി ഫോട്ടോസ് എടുത്തു. ഹാപ്പി എൻഡിങ്.